പ്രശ്നം കൂടി തീർന്നിട്ടുണ്ടാകും. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റും. ഇതല്ലേ നമ്മുടെ പ്രശ്നം. ഇങ്ങനെയെങ്കിൽ നിങ്ങൾ നാളെ വാങ്ങിക്കാൻ പോകുന്ന ഒരു ഐപഡ്സിലൂടെ, നിങ്ങൾ വിൽക്കാൻ പോകുന്ന ഒരു ഐപഡ്സിൽ ഇൻഡസ്ട്രിക്ക് ലഭിക്കുന്ന ലാഭമില്ലേ? ആ ലാഭത്തിൽ നിന്നാണ് ഈ സ്കൂളുകളൊക്കെ ഇൻഡസ്ട്രി നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിനേക്കാൾ വലിയൊരു കാരണം ഈ ഭൂലോകത്ത് ഒരു വ്യക്തിക്ക് ബിസിനസ് ആരംഭിക്കാൻ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ, ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ബിസിനസ് ആരംഭിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഇതുപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടി തീരുമാനിച്ച് ഞാൻ ചാടി ഇറങ്ങി 37,200 രൂപ ഉണ്ടാക്കി. അമ്മയുടെ വള 37,200 രൂപ എനിക്ക് സംഭാവന ചെയ്തു. അങ്ങനെ തുടങ്ങിയ ബിസിനസ്സാണ്. പക്ഷെ അന്ന് കേരളത്തിൽ ഈ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം നിയമപരമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ചെന്ന് ബിസിനസ് ചെയ്തു. പേഴ്സണൽ ടേൺ ഓവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റുകൾ വിറ്റു, റീറ്റെയിൽ ചെയ്തു. മെല്ലെ റീറ്റെയിലൂടെ വരുമാനമൊക്കെ വന്നപ്പോൾ സുജിത് സാർ പറഞ്ഞു, അർജു ഇതിനേക്കാൾ വരുമാനം കിട്ടും, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് ആരംഭിച്ചാൽ ആഴ്ചയിൽ 2.5 ലക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്ലാൻ പ്രൊഡക്റ്റ് കഴിച്ച് റിസൾട്ട് കിട്ടിയ ആളുകൾക്കൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. ഒരു 6 മാസക്കാലം എടുത്തു ഈ ബിസിനസ് ഒന്ന് പഠിച്ച് മനസ്സിലാക്കാൻ. 6 മാസം കൊണ്ട് ആഴ്ച വരുമാനം 10,000, ടോട്ടൽ ഇൻകം 2.5 ലക്ഷം രൂപയിലേക്ക് എത്തി. ഓൾ ഇന്ത്യയിലെ യംഗസ്റ്റ് റൂബിയായി. മെല്ലെ ആഴ്ച വരുമാനം 25,000, ഓൾ ഇന്ത്യ യംഗസ്റ്റ് പേൾ ആഴ്ച വരുമാനം 50,000, ഓൾ ഇന്ത്യ യംഗസ്റ്റ് എമറാൾഡ് ആഴ്ച വരുമാനം 75,000, ഇന്ത്യയിലെ യംഗസ്റ്റ് സഫയർ. അങ്ങനെ 24 വയസ്സിൽ ഇൻഡസ്ട്രിയുടെ യംഗസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് ലൈഫ് നന്നായിട്ട് മാറും. എന്റെ ആദ്യത്തെ കാർ ഇൻഡിക്ക വിസ്റ്റയാണ് 5 ലക്ഷം. രണ്ടാമത്തെ കാർ ഹ്യുണ്ടായി ക്രെറ്റ 17 ലക്ഷം. മൂന്നാമത്തെ കാർ 6.5 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചു. സൗത്ത് ഇന്ത്യയുടെ യംഗസ്റ്റ് മെർസിഡീസ് ബെൻസ് ക്ലബ് മെമ്പറാണ്. വാർക്കപ്പണിക്കാരന്റെ മകനായിട്ടുള്ള ഈ ഞാൻ 6.5 വർഷം മുമ്പ് നടന്നു. ഇന്നിപ്പോ ഞാൻ വീട്ടിലേക്ക് വന്നത് എന്റെ 4ാമത്തെ കാറിലാണ്. 4 മാസം മുമ്പ് എന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ 35ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഒരു 33 ലക്ഷം രൂപയുടെ മഹീന്ദ്ര സ്കോർപിയോ എൻ കാർ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അതിനാണ് ഇപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. 6 വർഷം മുമ്പ് ഇതേ കൊച്ചിയിൽ കേരളത്തിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ടൗൺഷിപ്പ് പ്രോജക്റ്റിൽ 85 ലക്ഷം രൂപയ്ക്ക് വാർക്കപ്പണിക്കാരനായിട്ടുള്ള എന്റെ അപ്പച്ചന്റെ പേരിൽ ഞാനൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചു. അതെനിക്ക് വളരെയധികം സന്തോഷപ്പെട്ട കാര്യമാണ്. 4 വർഷം മുമ്പ് എന്റെ അനിയത്തിയുടെ കല്യാണം 1/2 കിലോ ഗോൾഡ് ഒക്കെ ഒറ്റ ചെക്കിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ നടത്തി. സ്വർണം വാങ്ങിയത് വെങ്കടേഷ് നായക് മോഹൻദാസ് VNM ഗോൾഡിൽ നിന്നാണ്, കോഴിക്കോട്. അത് 1/2 കിലോ എന്ന് പറഞ്ഞാൽ എത്രയാ നിങ്ങൾക്ക് അറിയോ? എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കൈയടിച്ചാൽ. കൈയടിക്കുമ്പോൾ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അറിയാം, ഒരു എന്റെ വൈഫ് ഡോക്ടറാണ്. അവിടെ എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മള് ഒരു ചൈനീസ് തെറാപ്പി പറയുന്നത് ഇങ്ങനെയാണ് പോലും, കൈയടിച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. അപ്പൊ കൈയടിക്കുമ്പോൾ എന്താ നടക്കുന്നത്? ബ്ലഡ് സർക്കുലേഷൻ നടക്കും. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടന്നാൽ എന്താ നടക്കുക? ബ്ലഡിന്റെ ഡ്യൂട്ടി എന്താണോ അത് ശരീരത്തിൽ നന്നായിട്ട് നടക്കും. ശരിയല്ലേ? ഹൃദയം നന്നായിട്ട് പമ്പ് ചെയ്യും. ഹൃദയം നന്നായിട്ട് പമ്പ് ചെയ്താൽ എന്ത് നടക്കും? ഹൃദയത്തിന്റെ ആയുസ് കൂടും. ഹൃദയത്തിന്റെ ആയുസ് കൂടിയാൽ എന്താ നടക്കാൻ പോകുന്നത്? നമ്മുടെ ആയുസ് കൂടും. അതായത് സുഹൃത്തുക്കളെ, കൈയടിച്ചാൽ ആയുസ് കൂടും. ഇങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി കൈയടിക്കാൻ നിങ്ങളൊരു ചാൻസ് കിട്ടിയാൽ ഇൻഡസ്വാ കമ്പനിക്ക് വേണ്ടി കൈയടിക്കേണ്ട, നിങ്ങളെ കൂട്ടിയിട്ട് വന്ന നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി കൈയടിക്കേണ്ട, എനിക്ക് വേണ്ടി കൈയടിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടി കൈയടിക്കാൻ ഒരു ചാൻസ് കൂടി കിട്ടിയാൽ എങ്ങനെ കൈയടിക്കുന്നു എന്ന് കാണിച്ചു തരാമോ? അപ്പോ അവനവന് വേണ്ടി ആത്മാർത്ഥമായി കൈയടിച്ചില്ലേ? ഇതേ സ്പിരിറ്റ് മതി. അവനവന് വേണ്ടി ആത്മാർത്ഥമായിട്ടൊന്ന് ബിസിനസ് ചെയ്താൽ നിങ്ങൾക്കും ആഴ്ചയിൽ 2.5 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. ഇന്ന് ഈ ബിസിനസ്സിലൂടെ 4.25 കോടി രൂപ വരുമാനം വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ലക്ഷങ്ങളും കോടികളും വരുമാനം വാങ്ങിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറുകൾ വാങ്ങാൻ, പോർഷെ വാങ്ങാൻ, ബുർജ് ഖലീഫയിൽ നിങ്ങളുടെ അഡ്രസ് വരേക്കും മാറ്റി എഴുതാൻ നിങ്ങളുടെ അധ്വാനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് 2000 ആളുകൾ മലേഷ്യക്ക് പറക്കുമ്പോൾ അതിൽ 1000-ൽ കൂടുതൽ ആളുകളെയും കൊണ്ട് പറക്കാൻ പോകുന്ന ടീം SK എന്ന് പറയുന്ന ഞങ്ങളുടെ നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷു സക്സസ്, ഗുഡ് ലക്ക്, ജയ് ഹിന്ദ്, ജയ് ജവാൻ.